ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ കോഴി നിറച്ചതാണ്. ചിക്കൻ്റെ മുകളിൽ തേക്കാൻ വേണ്ടി ഒരു അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുക്കാം. മസാല പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മസാല പിടിക്കാനായി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ചിക്കൻ സ്റ്റഫ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു സവാള ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല മൂത്താൽ ഇതിലേക്കൊരു തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു പുഴുങ്ങിയ മുട്ട ചേർക്കാം. മസാല തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മസാല തണുത്തിട്ടുണ്ട്. ഇത് കോഴിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ആദ്യം തന്നെ മസാലേൻ്റെ പകുതി വെച്ച് കൊടുക്കാം. പിന്നെ ആ മുട്ട വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കി മസാലയും കൂടെ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ കാൽ രണ്ടും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് 3 സവാള ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ചിക്കൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കാല് ലോക്ക് ചെയ്തൊക്കെ ശരിയാക്കി ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. കോഴി നിറച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.